നമ്മുടെ ബിസിനസ്സിൽ വരുന്ന എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ എന്ത് ചെയ്യും? ജേണൽ എന്ന് പറയുന്ന ഒരു ഒറിജിനൽ ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും. അത് നമ്മളൊരു ക്ലാസ്സിൽ പഠിച്ചതാണ്. പക്ഷേ ജേണൽ നോക്കി നമുക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൻ്റെ ബാലൻസ് അറിയണമെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ജേണൽ നോക്കി എന്ത് പ്രിപ്പയർ ചെയ്യും? ലെഡ്ജർ പ്രിപ്പയർ ചെയ്യും. ലെഡ്ജർ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി ലെഡ്ജർ നോക്കി നമ്മൾ തയ്യാറാക്കുന്ന മൂന്നാമത്തെ ഒരു അക്കൗണ്ടാണ് ട്രയൽ ബാലൻസ്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അക്കൗണ്ട്സിൻ്റെയൊക്കെ അരിത്തമെറ്റിക്കൽ ആക്യുറസി കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് നമ്മൾ തയ്യാറാക്കിയ ട്രയൽ ബാലൻസ് മുഖേന നമ്മൾ മുൻപ് തയ്യാറാക്കിയ ലെഡ്ജറും അതുപോലെ തന്നെ ജേണലും കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കും. ഈ കൊടുത്തിരിക്കുന്നതാണ് ട്രയൽ ബാലൻസിൻ്റെ ഒരു സാമ്പിൾ ഫോർമാറ്റ്. മുകളിൽ ട്രയൽ ബാലൻസ് ഉണ്ട്, ഡേറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഒരു പർട്ടിക്കുലേഴ്സ് കോളം, അതേപോലെ തന്നെ എമൗണ്ടിന് വേണ്ടിയിട്ട് 2 കോളം, ഒരു ഡെബിറ്റ് കോളം, ഒരു ക്രെഡിറ്റ് കോളം. ലെഡ്ജറിൻ്റെ ബാലൻസുകളെല്ലാം ഈ ഒരു പർട്ടിക്കുലേഴ്സ് കോളത്തിലായിട്ട് കാണിക്കും. ക്യാഷ്, പർച്ചേസ്, ഫർണിച്ചർ അങ്ങനെയുള്ള ലെഡ്ജർ ബാലൻസുകളെല്ലാം ഇവിടെ കാണിക്കും. എമൗണ്ട് എല്ലാം ഇവിടെ കാണിക്കും. ഡെബിറ്റ്, ക്രെഡിറ്റ് കോളത്തിലായിട്ട് കാണിക്കും. അതിൻ്റെ ബാലൻസ് എമൗണ്ടാണ് നമ്മളിവിടെ ടോട്ടൽ ചെയ്ത് എഴുതിയിരിക്കുന്നത്. അതായത് ഈ ഡെബിറ്റ് കോളവും ക്രെഡിറ്റ് കോളവും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് നമുക്ക് ഇത് ഈക്വൽ ആകുന്നതിലൂടെ നമ്മൾ ചെയ്ത ഒരു അക്കൗണ്ട് കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ മറ്റു ഉദ്ദേശ്യം നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയാണ്? ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് എന്താണെന്ന് നമ്മളൊരു ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ ആ ഒരു 2 അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രിപ്പയർ ചെയ്യും. അത് മുഖേന നമ്മൾ എന്ത് ലാസ്റ്റ് പ്രിപ്പയർ ചെയ്യും? ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ട്രയൽ ബാലൻസ് വെച്ചിട്ട് നമുക്ക് ഇനിയുള്ള ബാക്കിയുള്ള അക്കൗണ്ടുകളെല്ലാം നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത ഈ ഒരു ട്രയൽ ബാലൻസിലോ അല്ലെങ്കിൽ ലെഡ്ജറിലോ ജേണലിലോ എന്തെങ്കിലും ഒരു എറർ നമുക്ക് കണ്ടെത്താൻ സാധിച്ചാൽ നമുക്കത് തിരുത്താൻ സാധിക്കും. അതേപോലെ തന്നെ എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താനും സാധിക്കും. അതേപോലെ തന്നെ ട്രയൽ ബാലൻസിൻ്റെ നെറ്റ് ബാലൻസ് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു അക്കൗണ്ടിലൂടെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും.